ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണിക്കണം. അപ്പം നന്ദു ആണെങ്കിൽ അനിയെക്കുറിച്ചുള്ള നല്ല നിമിഷങ്ങൾ മുഴുവനും ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. എത്രമാത്രം സ്നേഹമാണ് അവൻ എന്നോട്, ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്, ആർക്കുമില്ലാത്ത. ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ചേച്ചി പറഞ്ഞാലും എനിക്ക് അവനെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനും ഇവിടെ കഴിയില്ല. അവനല്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ പോലും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ആ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ആ സമയത്ത് കണ്ണു തുറക്കുകയാണ്. ഏട്ടാ നന്ദു, നീ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീ എന്തിനാ ഈ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാടി ഫോണിൽ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മ ഉറക്കം വന്നില്ല, അതുകൊണ്ടാ ഞാൻ ഫോൺ എടുത്ത് ചുമ്മാ നോക്കിയെന്നേ ഉള്ളു. അല്ലെങ്കിൽ പോയവൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോയവനോ? ആര്? ഞാനാരെയും കണ്ടില്ലല്ലോ അമ്മേ. ആർക്കറിയാം, ഇനി പോയവൻ വല്ലതും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മോളെ അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ദേ ചുമ്മാ വേഷം കെട്ട് കാണിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനിയിപ്പോ കള്ളനാണോ അല്ലെങ്കിൽ വേറെ വല്ലവനാണോ എന്ന് നമുക്കിനി അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. നന്ദുവിനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയായി പോയി. അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ അനി. അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയുടെ ഫോണിലേക്ക് ഈ നവീൻ്റെ കോള് വരുന്നത്. അപ്പോൾ നവീൻ്റെ കോള് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവീനാണല്ലോ വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോൾ എടുക്കുകയാണ്. എന്താടാ നവീനെ എന്ന് ചോദിക്കണം. എടാ നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചോടാ, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണോ? നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ അത് ചെയ്തോ? എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നീ നന്ദുവിനോട് തുറന്നു പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ അത് പിന്നെ ഞാനൊന്ന് സൂചിപ്പിച്ചു, അല്ലാതെ ഓപ്പണായിട്ട് തുറന്നൊന്നും പറഞ്ഞില്ലടാ. കണ്ടോ സൂചിപ്പിച്ചെന്ന്. ഇടം നിനക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പറ, ഞാൻ ഏതായാലും അവളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചോളാം. ദേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. എടാ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാൽ പോലും അവൾക്ക് ഇഷ്ടം തോന്നണം, എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അവളുടെ സ്വഭാവമേ എനിക്ക് ശരിക്കറിയാം. എനിക്കും ശരിക്കറിയാം അവളുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് നീ എന്താ ചെയ്തു കൂട്ടുന്നത്? നീ ഈ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഞാനാണെങ്കിൽ മടുത്തു. ഞാൻ അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? എൻ്റെ മനസ്സിലുള്ള കാര്യം എങ്ങനെയെങ്കിലും അവളോട് തുറന്നു പറയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇട്ടപ്പോഴേക്കും എടാ ഞാൻ പറയാം, നീയൊന്ന് എടുത്തു പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ വരാം, നീ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എടാ നന്ദുവിനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയടാ. ഈ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ കളഞ്ഞിട്ട് പോലും നിങ്ങളുടെ ഈ കല്യാണം ഞാൻ നടത്തി തന്നാനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് നന്ദുവായി പോയില്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവനിങ്ങനെ ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശനെ കാണാനായിട്ട് ജയൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛാ എന്തായി കാര്യങ്ങൾ അച്ഛാ? ഇതുവരെ ആയിട്ടും ദേ ആദർശി വിളിച്ചിട്ടില്ല. എനിക്ക് നയനമോളുടെ സങ്കടം കാണാനായിട്ട് പറ്റില്ല. ദേ അവള് ഗർഭിണിയല്ലേ, ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇങ്ങനെയിട്ട് അവൻ സങ്കടപ്പെടുത്താവോ? അവളാണെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നയനമോള്. എന്താ അച്ഛാ ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല, അവൻ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്നും അവിടെ എന്താ സംഭവിച്ചതെന്നും. ദേ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും മുന്നെടുത്തിട്ട് പോയതല്ലേ. നമ്മളുടെ കമ്പനിയിൽ തകർച്ചയിലായി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഏതാണെന്ന് വിശദ വിവരം അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ ചിലർക്കൊക്കെ ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇനി ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. കൂടുതലും നയനമോളുടെ സങ്കടം ഓർത്തിട്ടാണ് എൻ്റെ സങ്കടം. സങ്കടപ്പെടാതിരിക്കുക ചെയ്യാം. നമ്മളെ തകർക്കാൻ വേണ്ടി പലരും മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണമല്ലോ. ഏതായാലും ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും എന്ന് പറയുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹനി നേരെ നവീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഹനിയെ കണ്ടപ്പോൾ തന്നെ നവീന് കലി വരികയാണ്. ഓടി ചെന്നിട്ട് എടാ നീ പറഞ്ഞോ, നീ എന്താ സൂചിപ്പിച്ചത്? എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയടാ. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എടാ അത് പിന്നെ നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. എടാ നന്ദുവിനോട് അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാനാണ് ഈ പാതിരാത്രി നിനക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞത്? എടാ എന്താണ് ഇത്, നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ഞാനേ നന്ദുവിനോട് പറഞ്ഞായിരുന്നു, അവളുടെ ഒരു സ്വഭാവം അറിയാലോ, ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെയാ നീ പറഞ്ഞത്?
ഞാൻ ചോദിച്ചു, ഈ നവീനെ നീ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ അവൾക്ക് അവളുടെ മനസ്സിൽ നീ ഒരു ആങ്ങളയുടെ സ്ഥാനത്താണെന്ന്. അല്ല, ഈ നയനയുടെ ഭർത്താവ് ആദർശേട്ടനില്ലേ, ആദർശേട്ടനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് നവീനെ നിന്നെയും കാണുന്നത് എന്നാണ് നന്ദു എന്നോട് പറഞ്ഞത്. അവൾ അങ്ങനെയാണോ പറഞ്ഞത്? അതേന്നേ, അങ്ങനെയാ പറഞ്ഞത്. ഇനിയിപ്പോ എടുത്തു വായിക്കും, നിനക്ക് അവളോട് ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അവളുടെ മുന്നിലോട്ട് ചെല്ലാൻ പറ്റുമോ? അവളുടെ ക്യാരക്ടർ തന്നെ നിനക്കറിയാലോ. എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ എനിക്ക് മുന്നിട്ട് പറയാനായിട്ട് ഒരു മടി തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. നയനേടത്തിയോട് പോലും എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റില്ലടാ. അതുകൊണ്ടാ. ഞാൻ എന്ത് ചെയ്യാനാണ്? എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കാണെങ്കിൽ അവളോട് ഇഷ്ടങ്ങൾ തുറന്നു പറയണം. അതിനുശേഷം വേണം അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എൻ്റെ അമ്മയോട് തുറന്നു പറയാനായിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൾ പറഞ്ഞല്ലോ. നമുക്കതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അല്ല, ഇന്നലെ ആ വീട്ടിൽ കള്ളൻ കയറിയെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. എടാ അത് കള്ളനൊന്നും അല്ലായിരിക്കും. നന്ദുവിനെ ആക്രമിച്ചല്ലോ, അവർ തന്നെ ആയിരിക്കും. ഏതായാലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കതൊരു സംശയം തോന്നി. നന്ദുവിനെ ആക്രമിച്ച് ആരെങ്കിലും ആയിരിക്കും ഇന്നലെ രാത്രി അവിടെ കയറിയത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും നന്ദുവിനോട് എങ്ങനെയൊക്കെ പറയാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയൻ്റെ അടുത്തേക്ക് ജയൻ വന്നിരിക്കുക. അപ്പം ജയൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്തായി അജയ, എന്തായി കാര്യങ്ങളെല്ലാം? ആദർശിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ? അവൻ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ജയേട്ടാ, ആദർശ് ഗൾഫിൽ ജയിലിലാണ് എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജയൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? അതെ, ആദർശ് ഗൾഫിലെ ജയിലിലാണ്. എന്നോട് മാനേജർ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുകയാണ്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവനെ കള്ളക്കേസ് കുടുക്കി അവിടെ കുടുക്കിലാക്കി പെട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഗൾഫിലെ ജയിലിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. എങ്ങനെയെങ്കിലും ആദർശ് നിരപരാധിയാണെന്ന് തെളിയിക്കണം. എന്നാൽ മാത്രമേ ആദർശിന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. ഇത് നമ്മൾക്കിട്ട് ശരിക്കും ആരോ പാര വെച്ചതാണ് ജയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടരുക. അപ്പോഴാണ് നമ്മുടെ അനിയും അങ്ങോട്ട് വരുന്നത്. എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ആദർശനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ അത് പിന്നെ ആദർശ് ജയിലാടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയും ആകെ ഞെട്ടിപ്പോയി. എന്താ പറയുന്നത്? അതെ, ആദർശ് ഗൾഫിലെ ജയിലിലാണെന്ന് മാനേജർ വിളിച്ചാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചതെന്ന് പറയുകയാണ്. എൻ്റെ ദൈവമേ, ഇത് ആരാണ് ഈ പാര വെച്ചതെന്ന് ചോദിക്കുകയാണ്. പാര വെച്ചത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇനി കറക്റ്റ് ഡീറ്റെയിൽസ് എടുക്കണം. ഇതെങ്ങനെ നയനെ മോളെ അറിയിക്കുമെന്ന് പോലും അറിയില്ല. അവളിത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ എണീറ്റ് പോവാണ്. അപ്പം ജയൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ജയനാണെങ്കിൽ, എടാ അനി മോനെ, ഇനി നീ വേണം ആദർശിൻ്റെ സ്ഥാനത്ത് നിന്ന് കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവനും നോക്കാനായിട്ട്. ആദർശ് എങ്ങനെയാണോ നോക്കിയത് അതിനേക്കാളും വലിയ ഉപരിയായിട്ട് തന്നെ നീ നോക്കണം മോനെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഇല്ലച്ച, എനിക്കതിനെക്കൊണ്ട് സാധിക്കില്ല. കാരണം ഏട്ടനാണ് എൻ്റെ ബലം. ഏട്ടൻ ഈ ഒരു അവസ്ഥയിൽ ജയിലായി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ കമ്പനികൾ നോക്കാനായിട്ട് കഴിയും? എനിക്ക് ഏട്ടനെ പോലെ ആകാനായിട്ട് സാധിക്കില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നേരെ അങ്ങോട്ട് പോവാണ്. ഈ സമയം തന്നെ നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ കിട്ടുന്നുമില്ല. അങ്ങനെ അനി ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. അപ്പം അരി അങ്ങോട്ട് ചെന്നിട്ട് എന്തായി ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ, ആദർശേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനി, ആദർശേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങളെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഏട്ടത്തി, വിളിക്കണമെങ്കിൽ ഏട്ടത്തിയല്ലേ ആദ്യം വിളിക്കുള്ളൂ ആദർശേട്ടൻ. പിന്നെ എന്താ ടെൻഷൻ? എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും വിളിച്ചാൽ മതി. അത്രയ്ക്ക് സമാധാനമായല്ലോ. ആദർശേട്ടനാണെങ്കിലേ 2-3 മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ വിളിക്കുന്നതാ. ഇത് അതുപോലും ഇല്ലല്ലോ. എന്തൊക്കെയോ സംഭവിച്ചെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അനി. എനിക്കാകെ ടെൻഷൻ തോന്നുന്നു. എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടി. ഇനിയിപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം കളയാൻ നിൽക്കണ്ട. ആദർശേട്ടൻ വിളിക്കും. അവിടെ എന്തെങ്കിലും തിരക്കായിരിക്കും. എന്താ എല്ലാവർക്കും ഒരേപോലെ തിരക്കാണോ? ഇവിടുന്ന് എത്ര പേര് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള മീറ്റിംഗ് ആണെങ്കിലോ? അങ്ങനെയായിരിക്കുമെന്നേ. ഇനി
ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഏട്ടത്തി ടെൻഷൻ അടിക്കല്ലേ, ഉടനെ തന്നെ ആദർശേട്ടൻ വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുക. അപ്പം തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നയന വീണ്ടും ആദർശിനെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഏട്ടത്തിയോട് എന്ത് പറയാനാണ്, എന്ത് പറഞ്ഞ് ഏട്ടത്തിയെ ആശ്വസിപ്പിക്കും എന്നാലോചിച്ചിട്ട് അനിക്ക് ഒരു എത്തും വഴിയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയനയാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ ഒരുങ്ങുക. ആ സമയത്ത് അഭി വന്നിട്ട് പതിയെ പിന്നാലെ ചെന്നിട്ട് കണ്ണു പൊത്തുകയാണ്. അപ്പോൾ ഈ നവ്യാണെങ്കിൽ കൈയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് എന്താടാ നീ എന്തായി കാണിക്കുന്നത്, നീ ഇന്ന് വലിയ ഹാപ്പിയാണല്ലോ, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ സന്തോഷ വാർത്ത കേട്ടാൽ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, ഞാനേ നല്ലൊരു അടിപൊളി സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? ആ, സന്തോഷ വാർത്തയായിട്ടാ. അതെന്താണെന്നറിയാവോ? ഞാനേ കുറേ നാള് ജയിലിൽ കിടന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ചിലവരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതെ, ഇപ്പം അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്തയായിട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എന്താന്ന് വെച്ചാൽ തുറന്ന് പറയണ്ടേ അഭി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ ആദർശേട്ടനില്ലേ, ആദർശ്, അവൻ ഗൾഫിലെ ജയിലിലാണ്. ഇനി ഞാൻ കിടന്നതിനേക്കാളും കൂടുതൽ ദിവസങ്ങൾ അവൻ ഗൾഫിലെ ജയിലിൽ കിടക്കാനായിട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. നവ്യ ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തള്ളി പോവാണ്. എന്താ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സന്തോഷം തോന്നിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ ഇപ്പേ എന്തെന്നില്ലാത്ത മതി മറന്നൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ രണ്ടുപേരും തകർന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ ഇവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് ഈ ആദർശ് ജയിലിൽ പോയെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ് എന്ന് നവ്യ പറയുക. നമ്മൾ ഒരുപാടിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് അവര്, പക്ഷേ ഇപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നണ് ദേ അഭി എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല എങ്ങനെയാണ് ആദർശ് ജയിലിലായത്? അവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി. പിന്നെ ഇവിടത്തെ മൂർത്തീസ് കമ്പനി തകർച്ചയിലായിരുന്നല്ലോ, അതെന്താണ് ഏതാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, പോയവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അല്ല, അമ്മ നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അമ്മയെ കാണാൻ പോലും കിട്ടുന്നില്ല പറയാനായിട്ട്. അമ്മയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ച രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നത്. അമ്മയും വളരെയേറെ സന്തോഷത്തിലാണ്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഈ വിവരങ്ങൾ നയനയെ അറിയിക്കണം. ഇവിടെ ആരും ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നയനയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞില്ലാതാകണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വേണ്ട അഭി, എനിക്ക് അങ്ങനത്തെ ഉള്ളൊരു ചിന്തയൊന്നുമില്ല. എന്തിനാ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടണമെന്നൊന്നും ആഗ്രഹമൊന്നും എനിക്കൊന്നുമില്ല. പക്ഷേ എനിക്കുണ്ട്, അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. എന്നെ അതേപോലുള്ള ദ്രോഹിക്കുകയാണ് ചെയ്തത്. പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആദർശേട്ടന് ഒരു കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയല്ലേ നിന്റെ ചേച്ചി സ്നേഹിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനവർക്ക് വേറൊരു കുഞ്ഞ്? ചന്തുമോളെ തന്നെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിച്ചാൽ മതി അവര്. നീ അതൊക്കെ വിട്, നീ ആ കാര്യത്തെക്കുറിച്ച് ഇനി പറയണ്ട. നമുക്കേ ഇതൊന്നും നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം നാളെ. അയ്യോ, ഇവിടെ പറ്റില്ല, അത് ആഘോഷിക്കാനൊന്നും സാധിക്കില്ല, അത് വലിയ പ്രശ്നമായിട്ട് തരും. എടാ, ഇവിടെ ആഘോഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് പുറത്തു പോയി ഇത് അടിപൊളിയായിട്ട് ആഘോഷിക്കുക തന്നെ ചെയ്യണം. നമുക്ക് നാളെ പുറത്തു പോകണടാ, അത് പിന്നെ റെഡി മണി. നമുക്ക് നാളെ പുറത്തു പോയി ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യാം. അവനേതായാലും ജയിലിൽ കിടന്നതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ആഘോഷിക്കണ്ടേ? ഞാൻ എത്രമാത്രം അനുഭവിച്ചോ അതിനേക്കാളും 100 ഇരട്ടി അനുഭവം അവനും ഗൾഫിലുണ്ടാകും. കേരളത്തിലെ ജയില് പോലെയല്ല ഗൾഫിലെ ജയില് എന്നവൻ തിരിച്ചറിയണം നവ്യെ എന്ന് പറഞ്ഞപ്പോഴേക്കും നവ്യയുടെ മനസ്സിലേക്കും ഭയങ്കരമായിട്ടും ഗൂഢാലോചനകൾ ഇങ്ങനെ കയറി കുതിച്ചിങ്ങനെ ഉയർന്നു കയറുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.